ഇത്തവണ വേൾഡ് കപ്പിന് ഫിഫ കുറച്ച് പുതിയ റൂൾസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് പറഞ്ഞാലോ? ഗോൾ കിക്ക് എടുക്കുന്ന സമയത്ത്, ത്രോ ഇൻ ചെയ്യുന്ന സമയത്ത് മാക്സിമം ഇനി 5 സെക്കൻഡ്സ് എടുക്കാൻ പാടുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ റഫറിക്ക് അവർക്ക് യെല്ലോ കാർഡ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. റഫറിക്ക് റെഡ് കാർഡ്സ്, സെക്കൻഡ് യെല്ലോ, അതുപോലെ ഫൗളിന്റെ ഇൻസിഡൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് VAR ചെക്ക് ചെയ്യാനുള്ള പുതിയ റൂൾസ് ഉണ്ട്. മുമ്പ് അത് ഉണ്ടായിട്ടില്ലായിരുന്നു. പിന്നെ അതുപോലെ കോർണർ കിക്ക് വരെ റഫറിക്ക് ചെക്ക് ചെയ്യാൻ, VAR ചെക്ക് ചെയ്യാനുള്ള പുതിയ പെർമിഷൻ ഫിഫ കൊടുത്തിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂഷന്റെ റൂൾ എന്ന് പറഞ്ഞാൽ ഒരു പുതിയ പ്ലെയറെ സബ് ചെയ്യുമ്പോൾ 10 സെക്കൻഡ് കൊണ്ട് ഫീൽഡിലുള്ള പ്ലെയർ 10 സെക്കൻഡ് കൊണ്ട് ഫീൽഡിന് പുറത്തോട്ട് എത്തിയിരിക്കണം. ഫീൽഡിനകത്തുള്ള പ്ലെയർ 10 സെക്കൻഡിൽ കൂടുതൽ എടുത്തിട്ടാണ് ഫീൽഡ് വിടുന്നത് എന്നുണ്ടെങ്കിൽ പുറത്തുള്ള പ്ലെയറിനെ 1 മിനിറ്റ് വരെ പെനാൽറ്റി കൊടുത്ത് പുറത്ത് വെയിറ്റ് ചെയ്യിപ്പിക്കാനുള്ള പെർമിഷൻ ഫിഫ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വാട്ടർ ബ്രേക്കിന് ഇനി മാക്സിമം 3 മിനിറ്റ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഒക്കെയാണ് ഫിഫ കൊണ്ടുവന്നുള്ള പുതിയ റൂൾസ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ടൈം കൺസ്യൂമിങ്, അതുപോലെ ത്രോയിങ്ങിന്, ഗോൾ കിക്കിനൊക്കെ 5 സെക്കൻഡ് മാത്രം കൊടുക്കുന്നതുകൊണ്ട് അതായത് അത് ഇൻ ഗെയിമിനെ എങ്ങനെയാണ് എഫക്ട് ചെയ്ത് നിങ്ങൾക്ക് തോന്നുന്നത്? അതായത് നല്ല രീതിയിലായിരിക്കുമോ, അതോ അത് കളിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വെച്ചാൽ നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. ഓക്കെ.